2020 എന്ന് നമ്മൾ കുറച്ചു കാലമായല്ലോ കേട്ടിട്ട്. ഇലക്ഷൻ ടൈമിലൊക്കെ കേട്ടു. പിന്നെ കിഴക്കമ്പലത്ത് ചില മാലിന്യ പ്രശ്നങ്ങൾ അങ്ങനെയല്ലേ കേട്ടിട്ടുള്ളൂ. ഒരു പുതിയൊരു 2020യുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത മാതൃഭൂമി താഴെയായിട്ട് കൊടുക്കുന്നത്. പ്രഖ്യാപനവുമായി 2020 വൈദ്യുതിക്കും ഗ്യാസിനും 25% ഇളവ് എന്നാണ് പറയുന്നത്. 9 വർഷത്തെ ഭരണം പൂർത്തിയാകുമ്പോൾ കിഴക്കമ്പലം പഞ്ചായത്തിൽ 25 കോടി രൂപയും 4 വർഷത്തെ ഭരണം പൂർത്തിയായപ്പോൾ ഐക്കരനാട് പഞ്ചായത്തിൽ 12 കോടി രൂപയും നീക്കിയിരിപ്പുള്ളതായി ഇരു പഞ്ചായത്തുകളും ഭരിക്കുന്ന 2020 പാർട്ടി വ്യക്തമാക്കി. വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. ഒരു പഞ്ചായത്ത് ആ പഞ്ചായത്തിന്റെ തനത് ഫണ്ട് നീക്കിയിരിപ്പ് തുക ബാക്കിയുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവിടുത്തെ വികസന പ്രവർത്തനങ്ങളും പ്ലാൻ പരിപാടിയും കാര്യമായി നടന്നിട്ടില്ല. നിങ്ങളുടെ പൈസ സൂക്ഷിച്ചു വെക്കാനല്ല, അതെടുത്ത് നാട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടി പൈസ എത്ര ചെലവാക്കി എന്ന് നോക്കിയാണ് ഒരു എക്സ്പെൻഡിച്ചർ നോക്കണം. ആ എക്സ്പെൻഡിച്ചർ മിച്ചം വെക്കാൻ വേണ്ടിയിട്ട് ഇതൊരു ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കുമെന്നാണ് പിന്നെ അവർ ആ വാർത്തയിൽ പറഞ്ഞിട്ടുള്ളത്. 2020 പൊളിറ്റിക്കൽ ലൈൻ എന്ന് പറയുന്നത് പഞ്ചായത്ത് ലാഭം ഉണ്ടാക്കുന്ന പരിപാടിയാണ് എന്നതാണെങ്കിൽ അത് ശരിയല്ല എന്നുള്ളതാണ്. രാഷ്ട്രീയ വിമർശനമായിട്ട് ഉന്നയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല. പിന്നെ വലിയ ഈ കേരളം അത്ര വ്യവസായ സൗഹൃദമല്ല എന്നൊക്കെ പറയുന്ന നിലപാടുകളൊക്കെ 2020യുടെ ഭാഗത്ത് അതെ ഉണ്ട്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്.